ഹേ ആൾ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ബഹാവുദ്ദീൻ നഖ്ഷ്ബന്ദ് മൗസോളിയത്തിലേക്കാണ്. ഇറ്റ്സ് എ പിൽഗ്രിമേജ് സൈറ്റ്, അതായത് ഒരു തീർത്ഥാടന സ്ഥലമാണ്. 14th സെഞ്ച്വറിയിൽ ജീവിച്ചിരുന്ന ബഹാവുദ്ദീൻ നഖ്ഷ്ബന്ദ് എന്ന് പറയുന്ന ഒരു സൂഫി മാസ്റ്ററിൻ്റെ ടോംബാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ബുഖാറയിൽ വരുന്നവർ എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം കൂടെയാണിത്. എൻട്രൻസ് ഭാഗത്തുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ എന്തായാലും മോഡസ്റ്റ് ഡ്രസ്സസ് തന്നെ ധരിക്കണം. ഇതൊരു പള്ളിയാണ്, അതായത് ഒരു പിൽഗ്രിമേജ് സൈറ്റാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മോഡസ്റ്റ് ഡ്രസ്സിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എൻട്രൻസ് ഗേറ്റിൽ കൂടെ നടക്കുമ്പോൾ ബഹാവുദ്ദീൻ നഖ്ഷ്ബന്ദിൻ്റെ കുറേ കോട്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഈ ഒരു സ്റ്റോൺ വാളിലെ ഇതിൻ്റെ ഉള്ളിലായിട്ട് കുറേ കബറുകളുണ്ട്. ബഹാവുദ്ദീൻ നഖ്ഷ്ബന്ദ് കൊണ്ടുവന്ന ഒരു ഇസ്ലാമിക് പാരമ്പര്യത്തിനെയാണ് നമ്മൾ നഖ്ഷ്ബന്ദി സൂഫി ഓർഡർ എന്ന് പറയുന്നത്. ഇസ്ലാമിക നിയമങ്ങളെല്ലാം പാലിച്ച് മനസ്സറിഞ്ഞ് പടച്ചോനോട് ദിക്റുകൾ ചൊല്ലി പടച്ചോനിലേക്ക് അടുക്കുക, അതാണ് ഈ സൂഫി ഓർഡർ കൊണ്ട് അവരുദ്ദേശിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ പ്രേയേഴ്സൊക്കെ ഒരു മെഡിറ്റേഷൻ പോലെ ആവണം, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇവിടുത്തെ നേറ്റീവ്സിനായാലും അല്ലാതെ കുറേ പേർക്ക് ഈ ടോംബിനെ പറ്റിയിട്ട് കുറേ വിശ്വാസങ്ങളുണ്ട്. ടു ബി വെരി ഓണസ്റ്റ്, ഐ ഡോണ്ട് ബിലീവ് ഇൻ സച്ച് തിങ്സ്, ബട്ട് ഞാൻ പറഞ്ഞു തരാം എന്തുകൊണ്ടാണ് അങ്ങനെ വിശ്വസിക്കപ്പെടാൻ കാരണം എന്നുള്ളത്. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പമാണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് വന്നത്. ഇതാണ് അമീർ മുസഫർ ഹോൻ മസ്ജിദ്. അതിൻ്റെ ഉള്ളിലേക്കൊന്നും നമുക്ക് കയറാൻ പറ്റില്ല, ഇറ്റ്സ് ഓൺലി ഫോർ മെൻ. പുറത്തായിട്ട് കുറച്ച് സ്റ്റോളുകളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, നമ്മുടെ ഉസ്ബെക്ക് ട്രഡീഷണൽ ഡ്രസ്സസൊക്കെ സെല് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നില്ലേ എനിക്ക് ഇവിടുത്തെ ഗൈഡ് പറഞ്ഞു തന്നതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പരമ്പരയിൽ വരുന്ന ഒരാളാണ് ബഹാവുദ്ദീൻ നഖ്ഷ്ബന്ദ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഇവരുടെ ആ വിശ്വാസത്തിൻ്റെ കഥയിലേക്ക് കടക്കാം. ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്ന ഈ ഒരു സ്ട്രക്ചറാണ് ഇവിടുത്തെ മെയിൻ പിൽഗ്രിമേജ് സൈറ്റ് എന്ന് പറയുന്നത്. ഇത് കാണാനാണ് ഇത്രയും ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നത്. ആൻഡ് ഇറ്റ്സ് നോൺ ആസ് ദ സെൻട്രൽ ഏഷ്യൻ മെക്ക. കാണാൻ കഅബ പോലെ തന്നെയുള്ളൊരു സിമിലർ സ്ട്രക്ചറാണ്. ബട്ട് ഇറ്റ്സ് ആക്ച്വലി ദ ടോംബ് ഓഫ് ബഹാവുദ്ദീൻ നഖ്ഷ്ബന്ദ്. ഇവിടെ 3 പ്രാവശ്യം നടന്നാൽ അതൊരു ഹജ്ജിന് തുല്യമാണെന്നും, അതുപോലെ ഇവിടെയുള്ളൊരു സ്റ്റോൺ സാങ്കി മുറോദ്, അതിൽ തൊട്ട് പ്രാർത്ഥിച്ചാൽ നമ്മുടെ തെറ്റുകൾ പുറത്തു തരുമെന്നും നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കുമെന്നും ഒരു വിശ്വാസം ഇവർക്കുണ്ട്. പിന്നെ ബഹാവുദ്ദീൻ നഖ്ഷ്ബന്ദ് മക്കയിൽ നിന്ന് വന്നതിന് ശേഷം അവിടുന്ന് കൊണ്ടുവന്ന സംസം വെള്ളം ഇവിടുത്തെ കിണറിൽ കുറച്ച് ഡ്രോപ്സ് ഒഴിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന പിൽഗ്രിംസൊക്കെ അതൊരു ഹോളി തിങ്ങായിട്ട് കണ്ടിട്ട് അത് കുടിക്കുകയും അത് വെച്ച് മുഖം കഴുകുകയും പിന്നെ അത് വീട്ടിൽ കൊണ്ടുപോകും, കാരണം ഗുഡ് ലക്ക് കൊണ്ടുവരും എന്നൊക്കെ വിശ്വസിച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. അപ്പം ഇങ്ങനെ കുറേ കഥകളൊക്കെയാണ് ഗൈഡ് നമുക്ക് പറഞ്ഞു തന്നത്. അപ്പം ഞാനതൊക്കെ കേട്ട് പുറത്തിറങ്ങി നമ്മളിതാ അവിടുത്തെ ഒരു പോണ്ടിലൊക്കെ പോയി അവിടെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് ഒരു ലോൺ ഏരിയ വന്നിരുന്നു. രാവിലെ വന്നിട്ട് ക്ലൈമറ്റൊക്കെ അടിപൊളിയായിരുന്നു, നമ്മൾ നല്ല എൻജോയ് ചെയ്തിരുന്നു. പിന്നെ ഞങ്ങളിത് അവിടെ ഒരു ഷോപ്പിൽ കയറി. അവിടെ എത്തിയപ്പോൾ ശരിക്കും പറയാൻ എനിക്കൊരു നൊസ്റ്റാൾജിക് ഫീലിംഗ് വന്നു. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനത്തെ ഒരു ടോയ് ഉണ്ടായിരുന്നു പണ്ട്. അപ്പോൾ ഇത് കുറേ നാൾക്ക് ശേഷം ഞാൻ പിന്നീട് ഇങ്ങനത്തെ ഒരു ടോയ് കാണുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ പണ്ടത്തെ ചൈൽഡ്ഹുഡൊക്കെ ഓർമ്മ വന്ന്. അവിടെ നിന്ന് ഞാൻ 2 ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് വാങ്ങിച്ചു. എന്നിട്ട് നഖ്ഷ്ബന്ദിൻ്റെ മദറിൻ്റെ ടോംബിലേക്കാണ് പോയത്. മദറിൻ്റെ പേര് ബീബി ഓരിഫ എന്നാണ്. സോ നമ്മൾ അവിടെയും പോയി. അവിടെയും കുറേ ദുആകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെയും കയറി കണ്ടു. ഞങ്ങൾ വീട്ടിൽ നിന്ന് വന്നപ്പോൾ പൈനാപ്പിളും പഴംപൊരിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ സ്ഥലങ്ങളൊക്കെ കണ്ടതിന് ശേഷം ഇതൊക്കെ കഴിച്ച് നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിച്ച് നമ്മൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ ഡേ ഇത്രയേ ഉള്ളൂ. വേറെ വ്ളോഗായിട്ട് കാണുന്നവരെ ബൈ.